ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം എന്താ പറയുക, ആചാരം എന്നൊക്കെ വേണേൽ പറയാം. വേണേന്നല്ല, ആചാരം തന്നെയാണ്. ഇതിപ്പോൾ ഈ അമ്മൂമ്മ ഇവിടെ നനയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കോലം വരയ്ക്കാന്നൊക്കെ പറയത്തില്ലേ. ഇവിടെ ആന്ധ്രയിൽ ഞാൻ എല്ലാ ദിവസവും കണ്ടുവരുന്നത്. എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ, ഇത് വരയ്ക്കുന്നതേ. അമ്മച്ചിയാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ ആ 3 വീടുകളിലായിട്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കഴുകിയിട്ട് നല്ലതായിട്ട് വൃത്തിയാക്കുവേ. അപ്പോൾ എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഫ്രണ്ടിലെല്ലാം അവർ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചപ്പും ചവറും കടാലൊക്കെ വെട്ടി കീറി എടുത്ത് ദൂരെ കളഞ്ഞാണ്. പിന്നെ അതുകൊണ്ട് കണ്ട ആ അമ്മൂമ്മയാണെങ്കിൽ അവിടെ ഇങ്ങനെ കോലം വരയ്ക്കുകയാണ്. പണ്ടൊക്കെ ആയിരുന്നു, മീൻസ് ഇപ്പോഴും ഉണ്ടായിരിക്കാം ചില വീടുകളിലൊക്കെ ഈ പൊടികളില്ല, അരിപ്പൊടി, എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, തെറ്റുണ്ട് എന്നത് ക്ഷമിക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു ചോക്ക് പോലത്തെ ഒരു സംഭവമാണ്. അത് വെച്ച് തന്നെ ഇങ്ങനെ വരയ്ക്കും. എല്ലാ വീടുകളിലും ഉണ്ട്. ഇതിപ്പോൾ വണ്ടി പോകുന്ന ഇവർക്ക് സെപ്പറേറ്റ് മുറ്റമെന്നൊന്നും പറയാനില്ല. നമ്മുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറ്റമെന്ന് പറയാം. മുറ്റമുണ്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ചുരുക്കമാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ ഇങ്ങനെ ഡിസൈനൊക്കെ വരയ്ക്കുകയാണ്. എല്ലാ വീടിൻ്റെ മുറ്റത്തുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് അമ്മ കയറിപ്പോവാണ്. പിന്നെ രാവിലെയും വൈകിട്ടും ഇവർ വിളക്കൊക്കെ കത്തിച്ച് ഫ്രണ്ടിലൊക്കെ, വീടിൻ്റെ ഫ്രണ്ടിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാനങ്ങനെ ചെയ്യാറൊന്നും ഇല്ലെങ്കിലും നമ്മൾ പിന്നെ ഈ ഒരു എന്നാ പറയുക, ഈ ഒരു കാര്യത്തിനോട് വലിയ ഇമ്പോർട്ടൻസ് നമ്മളാരും കാണിക്കാറില്ല. അമ്മയാണെങ്കിൽ അമ്മച്ചി അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പതുക്കെ ഇറങ്ങുകയാണ്. ഗേറ്റൊക്കെ പൂട്ടി കേട്ടോ. പിന്നെ അതേപോലെ അടുത്ത വീട്ടിലോട്ടും അമ്മച്ചി ഇപ്പം പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഭയങ്കരം ചൂടാണ്. ഭയങ്കരം ചൂടെന്ന് വെച്ചാൽ അതുപോലെ എങ്കിൽ നമ്മൾ ചുട്ടുപൊള്ളുക എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഭയങ്കരം ചൂടാണ്. കണ്ട ഇനി അടുത്ത വീട്ടിലോട്ടാണ്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ജോലികൾ ഇങ്ങനെ ചെയ്ത് ഇവിടെ ഇങ്ങനെ നമ്മുടെ പിന്നൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മുറ്റത്തെ പൂവൊക്കെ പറിക്കാൻ ചിലപ്പോൾ നമുക്ക് പോലും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, നമുക്ക് പോലും താല്പര്യമില്ലായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഇവിടെ അടുത്തുള്ള വീട്ടുകാർ പോലും ചോദിക്കാതെ തന്നെ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന്, ഇവിടെയൊക്കെ ചെടികളൊക്കെ ഉണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ അവിടെ ചെറിയ ചെറിയ പൂവൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇല്ലാത്തവരും അല്ലെങ്കിൽ വേറെ പൂ വേണ്ടെന്നുള്ളവർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ അടുത്തടുത്ത വീട്ടുകളിലൊക്കെ പോയിട്ട് പൂവൊക്കെ പറിക്കുക. അതിലൊരു പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെയൊക്കെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് വേണ്ടി ഇതേപോലെ പിന്നെ ഒരു കാണാൻ പറ്റുന്നതാണ് നമ്മൾ പശുക്കൾ. ഇതിപ്പം ഇവിടെ ഇങ്ങനെ അത് പുല്ല് മേയാൻ വന്നതാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ റോഡിലൊക്കെ പശു, പോത്ത്, എരുമ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ റോഡിൽ കൂടെ, എന്ന് വെച്ചാൽ ഇവർക്ക് ദൈവമാണ് ഈ പശു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ റോഡിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആരും ഒന്നും ചെയ്യൂല. നമ്മുടെ അവിടെ ആണെങ്കിൽ എന്തെങ്കിലും വടി വെച്ച് തള്ളി വിടുവോ അങ്ങനെ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനൊന്നുമില്ല. പിന്നെ 2 ബിൽഡിങ് പണിയൊക്കെ തീർന്നു വരുന്നു. ഞാൻ നേരത്തെ അവിടെ ആയിരുന്നു കേട്ടോ നടക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പോകാറില്ല. നേരത്തെ അവിടെ നിന്ന് വെച്ചാൽ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇവിടെ നടക്കാൻ ആളൊക്കെ വരും. എന്നിരുന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് നാട്ടിൽ പോയി വന്നതിന് ശേഷം എനിക്ക് പിന്നെ നടക്കാനൊന്നും തോന്നിയില്ല. പിന്നെ പോകാൻ തോന്നിയില്ല. ആൾക്കാരും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിള്ളേരൊക്കെ വന്ന് കളിക്കുകയും ഒക്കെ ചെയ്യും. നല്ല രസമാണ് കാണാൻ. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് കൊതുകാണ്. ഒരു രക്ഷയില്ലാത്ത കൊതുകാണ്. ഭയങ്കരം കൊതുകാണ്. നമുക്ക് ഈ മന്ദിരമൊക്കെ കൂടുതലുള്ളത് ഈ ആന്ധ്രാപ്രദേശിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ
ഇതാ കിടക്കുന്ന നമ്മുടെ വണ്ടിയാണ് ആ കിടക്കുന്നത്. നാട്ടിൽ നിന്ന് നമ്മളിപ്രാവശ്യം തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങ് കൊണ്ടുവന്നു. പിന്നെ എന്നാ പറയുക, വേറെ വിശേഷങ്ങളൊന്നുമില്ല. റോസ് ഉറങ്ങുന്നു. ഞാനിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് നല്ലതായിട്ടൊന്ന് മഴ പെയ്ത് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നാട്ടിലൊക്കെ എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന? വേറെ എന്ത് പറയാനാ, ഇവിടെ വിശേഷങ്ങളൊന്നും തന്നെ പറയാനില്ല. പിന്നുള്ളതെന്ന് പറയാൻ ഇനിയിപ്പം നാട്ടിലോട്ട് ഇടയ്ക്ക് വരണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യമൊക്കെ ചിലപ്പം നാട്ടിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താ പറയുക,